നമസ്കാരം. വ്യത്യസ്ത സഞ്ചാരങ്ങളിലൂടെ വേറിട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന യാത്രയിലൂടെയിലേക്ക് സ്വാഗതം. യാത്ര എന്നും ഒരു അനുഭവമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും മാറി വ്യത്യസ്തമായ മേഖലയുടെ ചൂടും ചൂരുമറിയുന്ന സഞ്ചാരങ്ങൾ. അത്തരത്തിലുള്ള ഒരു സഞ്ചാരപ്രിയനെയും സംഘാടകരെയും പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ഇന്ത്യയിലെ സംഘടിത തൊഴിൽ മേഖലയിൽ 2ാം സ്ഥാനമാണ് ബാങ്കിംഗ് രംഗത്തിനുള്ളത്. അതായത് ഏറ്റവും അധികം പേർ പണിയെടുക്കുന്ന 2ാമത്തെ മേഖലയാണ് ധനകാര്യ മാനേജ്മെന്റ് രംഗമെന്ന് പറയാം. ദേശസാൽകൃത സഹകരണ അന്തർദേശീയ സ്വകാര്യ ബാങ്കിംഗ് രംഗത്ത് ഇന്ത്യയിൽ 1 കോടിയോളം പേർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കർമ്മകുശലതയോടും അർപ്പണതയോടും തികഞ്ഞ ഉത്തരവാദിത്വത്തോടും ജാഗ്രതയോടും കൂടി ചെയ്തു തീർക്കേണ്ട രംഗമാണ് ബാങ്കിംഗ് ജോലി എന്നത്. പണവും കണക്കുകളുമായുള്ള സമ്പർക്കം, ജനങ്ങളും ഗുണഭോക്താക്കളുമായുള്ള സംസർഗം, പദവിയും ആദരവും തരുന്ന മേഖല, ഉയർന്ന ശമ്പളം, അങ്ങനെ ബാങ്കിംഗ് രംഗത്തെ ജോലി ആകർഷണീയമാകുന്നതും ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ മേന്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ബാങ്ക് ജോലിക്കു വേണ്ടി ശ്രമിക്കുന്നതും. ബാങ്കിംഗ് ദേശസാൽക്കരണത്തിന്റെ 4.5 ദശകം പിന്നിടുമ്പോൾ ഈ രംഗത്തുണ്ടാകുന്ന ഒഴിവുകൾ കൂടുതൽ ജോലി സാധ്യതകൾ നൽകുന്നതും ഉദ്യോഗാർത്ഥികൾക്ക് സാധ്യതകൾ നൽകുന്നതും തന്നെയാണ്. ബാങ്കിംഗ് ദേശസാൽക്കരണത്തിന്റെ 4.5 ദശകം പിന്നിടുമ്പോൾ ഈ രംഗത്ത് വരുന്ന ഒഴിവുകൾ കൂടുതൽ ജോലി സാധ്യത നൽകുന്നതും ഉദ്യോഗാർത്ഥികൾക്ക് ശുഭസൂചനകൾ നൽകുന്നതും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണവും ഏറുന്നു. ചിട്ടയായും ശാസ്ത്രീയവുമായുള്ള ചുരുങ്ങിയ കാലത്തെ പഠനം ഈ രംഗത്തെ മോഹത്തിന് അതിവേഗ നിറം ചാർത്തിക്കൊടുക്കുകയാണ്. കേരളത്തിലെ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് തെക്കൻ ജില്ലയായ കൊല്ലത്ത് നിന്നാണ് കൂടുതൽ പേർ ബാങ്കിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത്. നാം ഈ യാത്രയിലൂടെ സഞ്ചരിച്ചെത്തുന്നത് ബാങ്കിംഗ് രംഗത്തും പരിശീലന രംഗത്തും 1/4 നൂറ്റാണ്ടിന്റെ പരിചയവും പ്രാഗൽഭ്യവുമുള്ള MB ശശിധരൻ എന്ന കൊല്ലത്തെ IAS കാരന്റെ സമീപത്തേക്കാണ്. കഴിഞ്ഞ കാലയളവിൽ 17,000-ഓളം പേരെ ഈ രംഗത്തേക്ക് തിരിച്ചുവിടുകയും ശാസ്ത്രീയ സമീപന രീതികൾ പിന്തുടരുകയും ചെയ്യുന്ന MB ശശിധരൻ ബാങ്കിംഗ് മേഖലയിലെ തൊഴിൽ സാധ്യതകൾ ലളിതവൽക്കരിക്കുകയാണ്. ദേശീയ തലത്തിൽ ബാങ്കിംഗ് മേഖലയിൽ 3% താഴെ മാത്രം മലയാളികൾ കടന്നു ചെല്ലുമ്പോൾ ബുദ്ധിവൈഭവവും അധ്വാന മികവുമുള്ള കേരളീയർ കൂടുതൽ ഈ രംഗത്തേക്ക് എത്തണമെന്നുകൂടി പറയുകയാണ് അദ്ദേഹം. ബാങ്കിംഗ് മേഖല വളരെ ആകർഷകമായ ഒന്നാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്ന് ഈ മേഖലയിലേക്ക് എത്തപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു. എന്താണ് ഇതിന് കാരണം? കേരളത്തിലെ ബാക്കി എല്ലാ സെക്ടറുകളിലും പ്രത്യേകിച്ച് IT ഡെവലപ്പ് ചെയ്ത സെക്ടറിൽ ഏറ്റവും കൂടുതൽ കേരളൈറ്റ്സാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വലിയൊരു ചേഞ്ച് ഒരു പുറത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനും അത് കഴിഞ്ഞുള്ള തൊഴിലിനും പോകുന്ന ഒരു പ്രവണത വളരെ നാളിന് മുമ്പേ തന്നെയുണ്ട്. പിന്നീട് ഉണ്ടായിരുന്നൊരു കാര്യം, കേരളത്തിൽ നിന്ന് വേറുള്ള സ്റ്റേറ്റിലേക്കുള്ള മൂവ്മെൻറ്റ്. ഇപ്പം അത്തരം മൂവ്മെൻറ്റുകൾ IT റിലേറ്റഡായിട്ട് മാത്രം കുറഞ്ഞിട്ടുണ്ട്. ബോംബെയിൽ ജോലിക്ക് പോവുക, ഡൽഹി ജോലിക്ക് പോവുക, അങ്ങനെയുള്ള പോക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പകരം IT റിലേറ്റഡായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അങ്ങനെയുള്ളതായിട്ട് ചെന്നൈ, ഈ 3 സ്ഥലങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ ഈ പ്രൈവറ്റ് സെക്ടർ ആയാലും ജോബിന് വേണ്ടി കൂടുതലും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഈ ബാങ്കിങ് മേഖല ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് ഇപ്പോഴും ഈ ഉദ്യോഗാർത്ഥികൾ കാണുന്നത്. ദേശീയ തലത്തിൽ നോക്കിയാൽ എത്ര ശതമാനം മലയാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്? റിസൾട്ട് നോക്കിയാൽ
3% കാണൂ. എപ്പോഴും 3% റിസൾട്ട് ഓൾ ഇന്ത്യയിൽ ഒരു വർഷം സെലക്ഷൻ ആവുന്നവരുടെ പെർസെൻറ്റേജ് വൈസ് ഉള്ളൂ. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും ഈ റിസൾട്ട് തന്നെ വരുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓൾ ഇന്ത്യ റിസൾട്ടുകൾ വരുമ്പോൾ ബീഹാർ, ലക്നൗ, പാറ്റ്ന, ഡൽഹി ഇത്തരം സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ പേജ് കണക്ക് കുറേ അധികം കമ്പ്യൂട്ടറിലെ ഒരു 4, 5, 10 പേജ് വരെ അവിടുത്തെ റിസൾട്ടാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ റിസൾട്ട് വരും. നമ്മുടെ റിസൾട്ട് വരുമ്പോൾ അതിനകത്ത് 1 പേജ് 2 പേജിൻ്റെ സ്ഥാനത്തേക്ക് വരും. ഇത് അതിനകത്ത് അപ്പിയർ ചെയ്യാനുള്ള താല്പര്യം കുറവുകൊണ്ട് തന്നെയാണ്. പിന്നെ ഏത് ജോബിനും ആദ്യം ഒരു പ്രൈമറി ആയിട്ട് അന്വേഷിക്കും എത്രത്തോളം പ്രഷറുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ്. ഏത് ജോബ് അന്വേഷിച്ചാലും ആദ്യം ചോദിക്കും പ്രഷറുണ്ട്. ഇത് ബാങ്കിങ് സെക്ടറിന് വളരെ വ്യാപകമായിട്ടൊരു പ്രചരണം, ഇത്തരം പ്രഷർ കൂടുതലാണ്, തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സ് ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ പല ആൾക്കാരുടെ കയ്യിലും. അത് എൻ്റെ ഒരു വ്യൂ പറയുകയാണെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ടൊരു ഷോപ്പോ വേറെ ബിസിനസ്സോ ഉണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും അവിടെ മാക്സിമം നമുക്ക് അവിടെ ഇരിക്കണം, വർക്ക് ചെയ്യണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അത്ര കൂടുതൽ കോളേജസ്, അത്ര കൂടുതൽ ഗ്രാജുവേറ്റ്സ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഫ്രണ്ട് ലൈനിൽ വരാൻ പറ്റാത്ത ആളുകളാണ് സ്വാഭാവികമായിട്ടും സെക്ടർ തിരിഞ്ഞിട്ട് വരുന്നത്. അവർക്ക് പിന്നെ ആൾട്ടർനേറ്റീവായിട്ട് ഇത് കിട്ടും. ആദ്യം വരാനുണ്ടായിരുന്ന റീസൺ ഇതൊന്നുമല്ല. ലാഗ് ചെയ്ത ആൾക്കാർക്ക് ക്ലർക്കായിട്ട് വരാൻ പറ്റുമായിരുന്നു. എഞ്ചിനീയറിംഗ് ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ വെച്ച് വരാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത് പറ്റുകയില്ല. ഇപ്പോൾ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പം അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബാങ്കിലേക്ക് വരാൻ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ബാങ്ക് ഓഫീസർ എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥാനമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇത് എത്രത്തോളം ശരിയാണ്? ആദ്യകാലത്ത് അങ്ങനെയാണ്. ആദ്യകാലത്ത് ഒരു സ്റ്റേറ്റിൽ ഓഫീസർ പോസ്റ്റ് വരുമ്പോഴേക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന 1 2 ആൾ, അത് സ്വാഭാവികമായിട്ടും സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത് തൊട്ട് താഴെ വരുന്ന ആൾക്കാർ കയറുന്ന ഒരു റേഞ്ചായിരുന്നു. അത് മാറിയിട്ട് ബാങ്കിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് കൂടി. അന്ന് 14,000 65,000 ആൾക്കാർക്ക് ഒരു ബാങ്കായിരുന്നു നാഷണലൈസ് ചെയ്തതിന് മുമ്പ്. അത് മാറി 14,000 ആൾക്കാർക്ക് ഒരു ബാങ്കായിട്ട് മാറിക്കഴിയും. അത്ര കൂടുതൽ ബാങ്കിങ് പോപ്പുലേഷൻ കൂടിക്കഴിയും. അതുപോലെ തന്നെ എൻജിനീയേഴ്സ്, അതുപോലെ MBA-ക്കാർ, അതുപോലെ നേഴ്സിംഗ് പ്രൊഫഷണൽസ് വരെയും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? ആകർഷണം തോന്നാൻ ഒന്ന് സർവീസ് കണ്ടീഷൻസ്. സർവീസ് കണ്ടീഷൻസ് എപ്പോഴും ഒരു മേജർ ഫാക്ടറാണ്. പെർമനൻസി ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ വേറെങ്ങും ഇല്ലാത്ത ഒരു പെർമനൻസി. പിന്നെ പബ്ലിക് അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കിങ് ജോബിന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഇതുണ്ട്. ബാങ്കിംഗ് രംഗത്തെ ജോലിക്ക് മൂല്യം കൂടുന്നത് ഈ മേഖല നൽകുന്ന ജോലി സുരക്ഷിതത്വം തന്നെയാണ്. മാത്രമല്ല, ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും. കഴിവിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് രീതി ദേശീയ വ്യാപകമായി പിന്തുടരുമ്പോൾ മെട്രോ നഗരങ്ങളിലെ ഉദ്യോഗാർത്ഥികൾ ചിട്ടയായ പരിശീലനത്തിലൂടെ ഈ രംഗത്തേക്ക് അതിവേഗം കടന്നുവരുന്നു. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് ശരിയായ പഠന പരിശീലനത്തിന്റെ അഭാവം തന്നെയാണ്. ഗ്രാജുവേഷൻ വരെ പഠിച്ച കാര്യങ്ങളിൽ അടിസ്ഥാനപരമായവ മാത്രമാണ് ഇവിടെ വേണ്ടത്. നീഡ് ബേസ്ഡായി അവ മിനുക്കിയെടുത്താൽ മതിയാകുമെന്നും ശ്രീ ശശിധരൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ മേഖലയിലേക്ക് പഠിച്ചെത്തപ്പെടാൻ ഒരു പ്രോപ്പറായ പരിശീലന ശൈലി ആവശ്യമാണ്. തീർച്ചയായിട്ടും കുറവുള്ളതും പ്രോപ്പറായിട്ട്, ഇപ്പോൾ എങ്ങും കുറവില്ല. അത് പ്രോപ്പർ വേയിൽ ട്രെയിൻ ചെയ്യുക, നീഡ് ബേസായിട്ട് ട്രെയിൻ ചെയ്യുക. ആ നീഡ് ബേസായിട്ട് ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിലാണ് അത് ഇപ്പോൾ എല്ലാ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. റിയലായിട്ടും എല്ലാം പഠിക്കുന്നുണ്ട്. സിവിൽ സർവീസ് പോലും പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള നല്ല പോർഷൻ കവർ ചെയ്യുന്ന സ്കൂൾ തലത്തിലാണ്. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ എക്സാം ഓറിയൻ്റായിട്ട് അപ്പോഴും കഴിഞ്ഞു, ഫിനിഷ് ചെയ്യുന്നു, പിന്നീട് ആരും അത് ഓർക്കുന്നില്ല. കൺസോൾഡേറ്റ് ചെയ്ത് ഇതെല്ലാം പഠിക്കുന്ന ഒരു പ്രവണത വരികയും അത് ആ ജോലികൾ നമ്മൾ ചെയ്യുകയും അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് അവർക്കിതിൻ്റെ ഒരു ആവശ്യബോധം ഉണ്ടാക്കുക, അതിന് സഹായമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ റീസൺ. ഈ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നതും അതുതന്നെയാണ്. സ്കൂൾ തലത്തിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് മിനുക്കിയെടുത്ത് യോഗ്യതാ പരീക്ഷയിൽ പ്രകടിപ്പിച്ചാൽ ലളിതമായി കടന്നുകൂടാവുന്നത് തന്നെയാണിത്. പക്ഷേ ബാങ്കിംഗ് എന്ന സേവന മേഖലയിലേക്ക് എത്തുമ്പോൾ ആ സേവനദാതാവിന് വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ആ ഗുണങ്ങൾ എത്രയുണ്ടെന്ന് പരീക്ഷിക്കുക തന്നെയാണ് യോഗ്യതാ പരീക്ഷയുടെ ലക്ഷ്യവും. ഒന്ന്,
ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിങ് ജോബ് സർവീസ് ഓറിയൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല സർവീസ് ആർക്ക് കൊടുക്കാൻ പറ്റുമോ അവരാണ് നല്ല ബാങ്കർ. നമ്മളൊരു ബാങ്കിൻ്റെ കൗണ്ടറിൽ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് നമുക്ക് പരിചയമുള്ള, നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നത് ആരുണ്ടെന്നായിരിക്കും ആ കൗണ്ടറിൽ നമ്മളൊരു കണ്ണ് നട്ട് നോക്കുന്നത്. ഇപ്പോൾ സിംഗിൾ വിൻഡോ കൺസെപ്റ്റാണ്. സിംഗിൾ വിൻഡോ കൺസെപ്റ്റ് നമുക്ക് എവിടെയും ആരോടത്തും പോകും. ആരുടെ അടുത്ത് പോകണമെന്ന് നമ്മൾ ആദ്യം സോർട്ട് ചെയ്യുന്നത് പോലും പലപ്പോഴും റെഗുലർ വിസിറ്റർ ബാങ്കിലാണെങ്കിൽ നമ്മൾ ഉടനെ നോക്കും നമുക്ക് ആരാണ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മളോട് ഡീൽ ചെയ്യുന്നത്, ആ വ്യക്തി എടുത്ത് പോകും. ഇത് ബാങ്കിങ് സെക്ടറിൽ അതുകൊണ്ട് കസ്റ്റമർ സർവീസാണ് ബാങ്കിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ളത്. കസ്റ്റമറാണ് കിങ്. കസ്റ്റമർ ഇല്ലെങ്കിൽ ബാങ്ക് കാണുകയില്ല. ഇപ്പോൾ ബാങ്കിനൊരു പ്രത്യേകത എപ്പോഴും ഉണ്ട്. ദോസ് ഹു ആർ ഹാവിങ് ഫണ്ട്സ് ഡെഫിനറ്റ്ലി ദേ നീഡ് എ ബാങ്ക്. ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഫണ്ട്സ് ദേ ആൾസോ വാണ്ട് എ ബാങ്ക്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് അടിസ്ഥാനപരമായി വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഏറ്റവും വലിയ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം നമ്മൾ തന്നെ പരിചയമുള്ള ഒരാൾ വരിക, അവരടുത്ത് ഇപ്പം കമ്പ്യൂട്ടറൈസ് ചെയ്തപ്പോൾ പല കാര്യങ്ങളിലും ബാങ്കിൽ ചെല്ലേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും അവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും സംശയങ്ങൾ ചോദിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും റിക്വസ്റ്റുകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യാം, അത് ചോദിക്കാം, പറഞ്ഞു കൊടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു DD എഴുതാൻ കൊടുത്തു, ഇപ്പം DDയുടെ പ്രശ്നം വരുന്നില്ല. DD എഴുതാൻ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് DD എഴുതി തരിക. അവർക്ക് ചിലപ്പം തിരക്കുണ്ടെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണേ, 5 മിനിറ്റ് എനിക്ക് ഒന്ന് അല്പ തിരക്കുണ്ട്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം റെസ്പോൺസ് തന്നെയാണ്. കണക്കുകൾ മിന്നിമറിയുന്ന രംഗമായതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും തെറ്റിദ്ധരിക്കുന്നത് ഗണിതശാസ്ത്രത്തിലെ അവഗാഹം അനിവാര്യമാണെന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായ കണക്കുകൂട്ടൽ രീതികൾ ഇന്ന് മതിയാകുന്നു സാങ്കേതികമായി വളർന്ന ഇക്കാലത്ത്. അതുപോലെ തന്നെ ഏകാഗ്രത, കണക്ക് കൂട്ടാനുള്ള കഴിവ്, അതൊക്കെ ഈ മേഖലയിൽ വേണ്ടേ? അതിന് ഇപ്പം ടെക്നോളജി മാറിയപ്പോഴേക്ക് അതിനതൊരു വലിയൊരു ചേഞ്ച് വന്നു. കാര്യം ഈ കണക്ക് കൂട്ടുന്ന എന്നൊരു പരിപാടി ഇപ്പോൾ ബാങ്കിൽ ഇല്ല എന്ന് തന്നെയായി. ഇപ്പം നമ്മൾ ടെസ്റ്റിനൊക്കെ എല്ലാം ഒരുപാട് അരിത്തമെറ്റിക്സും സ്പീഡ് പ്രാക്ടീസും ആക്യുറസിയും എല്ലാം റീച്ച് ചെയ്ത് എല്ലാം അവരെ അപ് ടു ഡേറ്റ് ആക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവർക്ക് ഈവൻ ഒരു കാൽക്കുലേറ്റർ പോലും യൂസ് ചെയ്യേണ്ട ആവശ്യം പ്രസൻറ്റ് ബാങ്കിങ് സിസ്റ്റത്തിലില്ല. തിരിച്ച് ഞാനൊക്കെ ബാങ്കിലായിരിക്കും അന്നത്തെ കാലത്ത് നമ്മൾ മാനുവലായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും വലിയ സാഹസം ബാലൻസ് ചെയ്തെടുക്കുക, ടാലിയാക്കുക. ഇങ്ങനെ ടാലിയാക്കുന്ന അങ്ങനെ ഒരു പ്രോഗ്രാമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പം വൈകിട്ട് ഡേ എൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മുടെ പ്രൊസീജിയർ ലാബ്സ് കൊണ്ട് ചിലപ്പം ചില സിസ്റ്റംസ് അത് റെക്ടിഫൈ ചെയ്താൽ മതി. ബാക്കി നോ കൗണ്ടിങ്. അത് നന്നായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിന് അരിത്തമെറ്റിക്സ് നേരത്തെ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡിനുള്ളതെല്ലാം 10ാം ക്ലാസ്സിന് താഴെയുള്ള അരിത്തമെറ്റിക്സേ ഉള്ളൂ. അത്യാവശ്യം ഇതെല്ലാം എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പോകുന്ന ആളും അവിടെയും കുറച്ച് കൊമേഴ്സ് ഒരു പേപ്പറായിട്ട് അവർ പഠിക്കുന്നുണ്ട്. ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്സിൻ്റെ ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യബോധം ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നു. അത് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങ് പറയുന്നതനുസരിച്ച് ബാങ്കിങ് റിക്രൂട്ട്മെൻറ്റ് രീതി ഇത്തരക്കാരെ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും ഒരാളിന് സ്പീഡിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അയാളിന് സ്പീഡ് ഉണ്ടായിരിക്കും. വേറൊരാളിന് സ്പീഡിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ അയാൾ സ്പീഡിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ള എബിലിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കാര്യവും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത്. അത് എല്ലാ കാര്യത്തിലും അത് തന്നെയാണ്. അത് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ സ്പീഡിൻ്റെ കാര്യത്തിൽ അവർ ഏബിൾ ആവുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന കാര്യം തന്നെ ഡിലേ എടുക്കാം. പെട്ടെന്ന് തന്നെ കീബോർഡ് നോക്കാതെ ടൈപ്പ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. വളരെ ഫ്രീ യൂസുണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡിലേക്ക് എത്തുക. ആ ഒരു സ്പീഡ് തീർച്ചയായിട്ടും ഈ മാത്സിൻ്റെ സ്പീഡും ആക്യുറസിയും റീച്ച് ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ പറ്റും. പിന്നെ ആക്യുറസി നമ്മൾ തെറ്റായിട്ട് അല്ലാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പം പാസ്വേഡ് അടിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ അക്കൗണ്ട് നമ്പർ അടിക്കുക, തെറ്റിച്ചടിക്കുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഈ ആക്യുറസിയുടെ ഭാഗം ശ്രദ്ധിച്ച് ചെയ്യുന്നു. അത് ക്ലിയർ ആവും. അത് രണ്ടും പ്രധാനമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോജിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, പിന്നീട് വരുമ്പോൾ അവയർനെസ്, ജനറൽ അവയർനെസ്. അത് സ്വാഭാവികമായിട്ടും എല്ലാ സെക്ടറിലും എന്ത് നടക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായ ഒരു ധാരണ. അത് ന്യൂസ് പേപ്പർ റീഡിങ്, ബാക്കിയുള്ള മീഡിയ കവർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ രീതി കവർ ചെയ്യുമ്പോഴേക്ക് അത് ടെസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റംസും ഇതിനകത്തുണ്ട്. പിന്നീടുള്ളത് ഇംഗ്ലീഷ്. സ്വാഭാവികമായിട്ടും ബേസിക് നമ്മൾ കോളേജിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ തൊട്ട് കോളേജ് തൊട്ട് ഏറ്റവും കൂടുതൽ ടൈം പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു മിനിമം ടെസ്റ്റേ ഉള്ളൂ. ഈ മിനിമം ടെസ്റ്റ് സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുമ്പം വളരെ ലോവർ ലെവലിലാണ് ഇപ്പം നടക്കുന്നത്. ആദ്യകാലത്തെ ഇംഗ്ലീഷ് നേരത്തെ സാർ ചോദിച്ചത് ആ ഒരു പീരീഡിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ ലെവൽ. വളരെ ലോവർ ലെവൽ. ക്ലർക്സിനും POയ്ക്കും രണ്ട് രീതിയിലുള്ള സിലബസ് ആണോ? ഓഫീസർ എന്ന് പറയുന്നത് ഹയർ ലെവലാണ്. സിലബസ് രണ്ടും സെയിം ആണ്. ഓഫീസർ എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ, ക്ലറിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ച് ലോവർ ലെവൽ. അപ്പോൾ ഹയർ ലെവലിലുള്ള പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോവർ ലെവലിന് ദർ ഇസ് നോ നീഡ് ഓഫ് പ്രിപ്പറേഷൻ. ഫസ്റ്റ്
ഇവർക്ക് കിട്ടുന്നത് ക്ലറിക്കലാണ്. ആദ്യം കിട്ടുന്ന ഓഫീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾ സ്വാഭാവികമായിട്ടും ക്ലറിക്കലിനും അപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് അവർക്ക് ക്ലറിക്കൽ കിട്ടും. ഇവർ ജോയിൻ ചെയ്ത് മിക്കവാറും ജോയിനിങ് ഡേറ്റ് ആകുമ്പോഴേക്കും ഇമ്മീഡിയറ്റ്ലി അവർക്ക് തൊട്ടടുത്ത ഓഫീസർ റിക്രൂട്ട്മെൻറ്റിൻ്റെ സെലക്ഷൻ ആവില്ല. അടിസ്ഥാനപരമായ ബിരുദം കഴിഞ്ഞ് ബാങ്കിംഗ് മേഖല ലക്ഷ്യമാക്കി എത്തുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷ ഇപ്പോൾ എഴുതേണ്ടത് ഓൺലൈനിൽ തന്നെയാണ്. ഇവിടെ സ്പീഡ്, റീസണിംഗ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ആക്യുറസി, ജനറൽ നോളജ്, ഇംഗ്ലീഷ് തുടങ്ങിയവ പരീക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകളിലൂടെയും കമ്പ്യൂട്ടർ പരിശീലനത്തിലൂടെയും കുട്ടികളെ സജ്ജമാക്കിയെടുക്കുകയുമാണ് വേണ്ടത്. 6 മാസം കൊണ്ട് തന്നെ അതിന് കഴിയുമെന്ന് ശശിധരൻ ചൂണ്ടിക്കാട്ടുന്നു. പഠിച്ച് മനസ്സിൽ മറന്നവ ഒന്ന് പൊടിതട്ടിയെടുക്കുന്ന ശാസ്ത്രീയ സമീപനം. തിയറി ക്ലാസ്സിനും പ്രാക്ടിക്കലിനും തുല്യ പരിശീലനം നൽകിക്കൊണ്ടായിരിക്കണം അത് വേണ്ടത്. തിയറിയിൽ ടെസ്റ്റ് ഓഫ് റീസണിങ്ങും മാത്തമാറ്റിക്സും ലളിത സൂത്രവഴികളിലൂടെ കുട്ടികളുടെ അറിവുകളെ തയ്യാറാക്കിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ 2 മാസം കൊണ്ട് കുട്ടികളെ അതിന് സജ്ജരാക്കാൻ കഴിയും. ഒരു 6 മാസ കാലയളവിൽ ഒരു കുട്ടി എത്ര സമയം ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട്? ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ടെസ്റ്റ് പേപ്പർ എഴുതുക. ഇതൊരു കറക്റ്റ് സ്ട്രീമാണ്. ഈ ഒരു സ്ട്രീം കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് സഫിഷ്യൻ്റ് ആയിട്ട് ആഫ്റ്റർ 4th or 5th മന്ത് ഏത് എക്സാം എഴുതിയാലും അത്യാവശ്യം അവർ ക്വാളിഫൈ ചെയ്ത് പോകും. പിന്നെ അത് ഈ സ്കോർ കൂടി ഒരു 7-8 മന്ത്സ് ആകുമ്പോൾ എഴുതുന്ന ടെസ്റ്റ് ഡെഫിനറ്റ്ലി ദേ വിൽ ക്വാളിഫൈ. ടീച്ചിങ് തന്നെ നമ്മൾ 2 മാസം 3 മാസത്തിന് മുമ്പ് 3 മാസം മാക്സിമം കൊണ്ട് തീരുന്നു. അടുത്ത കാലത്തായി ബാങ്കിംഗ് രംഗത്ത് കടന്നുവരുന്നവരിൽ സ്ത്രീ അനുപാതം കേരളത്തിൽ കൂടുകയാണ്. ബാങ്കിംഗ് മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നുവരുന്നതിന് വിവിധ കാരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെൺകുട്ടികൾക്ക് അതിവേഗം പഠിച്ചെടുക്കാവുന്ന മേഖല, ജോലി സുരക്ഷിതത്വം, അതുപോലെ തന്നെ ജോലി ചെയ്യുവാനുള്ള അനുകൂല സാഹചര്യം, മികച്ച ആനുകൂല്യങ്ങൾ തുടങ്ങിയവയാണ് ഇതിന് പിന്നിലുള്ള കാരണം. മാത്രമല്ല, രണ്ടാമത്തെ വരുമാനം കുടുംബത്തിലേക്ക് കടന്നുവരുന്നതിൻ്റെ സാക്ഷാത്കാരവും. അതിനാൽ സ്ത്രീ സാന്നിധ്യം ഈ രംഗത്ത് ഏറുക തന്നെയാണ്. ജോബ് സെക്യൂരിറ്റി ഒരു പ്രധാന റീസണാണ്. പിന്നെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ളത്. പഠിച്ചെടുക്കാൻ വളരെ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകാവുന്നേ ഉള്ളൂ. പ്രധാനമായിട്ടുള്ളത് ടെസ്റ്റ് ഓഫ് റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ, ഇത്തരം ടോപ്പിക്സാണ് പ്രധാനമായിട്ട് അവർക്കുള്ളത്. അതിൽ മാത്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 10th വരെയുള്ള മാത്സ് മാത്രമേ ഇവർക്ക് പഠിക്കാനുള്ളൂ. അതിൻ്റെ ഷോർട്ട് കട്ട്സുകളാണ് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു 3.5 months കൊണ്ട് നമ്മൾ പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ക്ലാസ്സസും എടുക്കുന്നുണ്ട്. മിനിമം പീരീഡ് കൊണ്ട് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. റെസിഡൻഷ്യൽ രീതിയിലുള്ള പഠന സമ്പ്രദായവും പഠന പരിശീലന രംഗത്ത് ആവിഷ്കരിച്ച് ഇന്ന് നടപ്പിലാക്കുകയാണ്. കൊട്ടിയത്തെ വിശാലമായ കായൽപ്പരപ്പിന് സമീപം ഇത്തരത്തിൽ ഒരു റെസിഡൻഷ്യൽ സമ്പ്രദായം നമുക്ക് കാണാൻ കഴിയും. വനിതകൾക്ക് ഇവിടെ പ്രാധാന്യം നൽകുമ്പോൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ മുതൽ കൗൺസിലിംഗ് വരെ നൽകി അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. മാത്രമല്ല, കൗൺസിലിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ കരുത്ത് പകരുക കൂടിയാണ്. പേടി മാറ്റിയെടുക്കുന്ന കൂടുതലും മെജോറിറ്റിയും ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. ആദ്യത്തെ ക്ലാസ്സുകൾ തന്നെ നമ്മൾ അങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, പേടി മാറാനുള്ള ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പല മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. മേഖലയെന്ന് പറഞ്ഞാൽ വീട്ടിലെ ചുറ്റുപാടുകൾ വളരെ മോശമായിട്ടുള്ള കുട്ടികളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്, മാരേജ് കഴിഞ്ഞ് ഡൈവോഴ്സായിട്ടുള്ള കുട്ടികളുണ്ട്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വീട്ടുകാരുമായിട്ട് സംസാരിക്കാറുണ്ട്, കുട്ടികളോട് തന്നെ ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. അവരെല്ലാം പേഴ്സണലായിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ നല്ല അറ്റാച്ച്മെൻറ്റ് വരുന്ന കുട്ടികളുണ്ട്. അതൊക്കെ നമ്മൾ ഉപദേശിച്ചൊക്കെ മാറ്റാറുണ്ട്. പിന്നെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാറുണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായും ബിരുദ വിദ്യാർത്ഥികൾക്ക് ലളിതവും ആയാസരഹിതവുമായി കടന്നുകൂടുവാനുള്ള മേഖലയാണ് ബാങ്കിംഗ് എന്ന് വിലയിരുത്തപ്പെടുകയാണ് ഇവിടെ. അതിനുള്ള ലളിത സൂത്രവാക്യം മനസ്സിലാക്കിയെടുത്താൽ മതിയാകും. പഠനരീതി, റഫർ ചെയ്യേണ്ട പുസ്തകങ്ങൾ, സിലബസ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിരന്തര പരിശീലനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബാങ്കിംഗ് രംഗത്തേക്ക് കൂടുതൽ മാനവവിഭവശേഷി
നൽകുവാൻ നമ്മുടെ കേരളത്തിന് കഴിയും. ഈ ബാങ്കിങ് രംഗത്ത് നിലവിലുള്ള തൊഴിൽ സാധ്യതകൾ എത്രമാത്രമാണ്? ബാങ്കിങ് സെക്ടറിൽ രണ്ട് രീതിയിൽ ഓപ്പർച്യൂണിറ്റി വന്നു. ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഒരു വളരെയധികം ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വർഷം 1000 ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യുന്നത് അധികം. ഇപ്പോൾ ടെക്നോളജി ബാങ്കിൻ്റെ എണ്ണം വളരെയധികം കൂടും. എല്ലാ ബാങ്കും അത്രത്തോളം ബ്രാഞ്ചസ് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും. പിന്നെ റിട്ടയർമെൻറ്റ് വേക്കൻസി, അത് ഈ 69 നാഷണലൈസേഷൻ അന്നത്തെ ആൾക്കാർ എല്ലാം കൂടുതലും റിട്ടയർ ആയി കഴിഞ്ഞു. അന്ന് സീനിയേഴ്സ് ആയിട്ടുള്ളവർ 80 നാഷണലൈസ് ചെയ്ത് രണ്ടാമത്. അപ്പം 79, 80 കയറിയ ആൾക്കാർ റിട്ടയർഡ് ആവാൻ പോകുന്ന വർഷങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാങ്കിൽ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്ത ഒരു പീരീഡാണ് 78, 79, 90, 80. അപ്പോൾ ആ പീരീഡിൽ ആളുകൾ മാസീവ് റിട്ടയർമെൻ്റ് ഉണ്ട്. ഇപ്പം കോമൺ റിക്രൂട്ട്മെൻ്റ് ആകുമ്പം സെയിം എക്സാം എഴുതിയാൽ മതി, എല്ലാ ബാങ്കിലും കയറാം. ബാങ്കിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാഷണൽ എക്കണോമി ഗ്രോ ചെയ്യാനുള്ള ഒരു ബേസാണ്. അപ്പോൾ ആ സെക്ടറിൽ ജോബ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം, സർവീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒരു വീട്ടിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും 2 അക്കൗണ്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നീഡ്. പിന്നെ അത് ഫിനാൻഷ്യൽ കറപ്ഷൻസ് എത്രത്തോളം ഒഴിവാക്കാം, അല്ല ടാക്സ് ഇവേഷൻസ് അത് ഒഴിവാക്കാം. ഒരുപാട് കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത്, അതിന് ഏറ്റവും പ്രൈം പ്രയോറിറ്റി ഉണ്ട്. ഇനിയിപ്പം അടുത്ത ഒബ്ജക്റ്റീവ് തന്നെ 100% ബാങ്ക് റിലേറ്റഡ് ആയിട്ട് മാത്രം ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇമ്മീഡിയറ്റ് ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായ സംഗതി തന്നെയാണല്ലേ? തീർച്ചയായിട്ടും സാധ്യതകൾ അത്ര കൂടുതലാണ്. പിന്നെ ഈ ഒരു പെർമനൻസി, ഞാൻ നേരത്തെ പറഞ്ഞു, സോഫ്റ്റ്വെയർ ഒരു പേരൻറ്റിന് അവരുടെ കുട്ടിക്ക് ഒരു ജോബ് കിട്ടിയാൽ അവരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇത് നിലനിൽക്കണം എന്നുള്ളതാണ്. ജോബ് കിട്ടുന്നതിനെക്കാട്ടി പ്രധാനമാണ് ആ ജോബ് നിലനിൽക്കുക എന്നുള്ളത്. അത് നിലനിർത്താൻ പറ്റുന്ന ഒരു പ്രധാന സെക്ടർ ബാങ്കിങ് സെക്ടറാണ്. അതുപോലെ തന്നെ ഈ ബാങ്കിങ് മേഖല സ്വപ്നം കാണുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മൾക്കിടയിലുണ്ട്. അവരോട് എന്ത് ഉപദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്? ഇഷ്ടപ്പെട്ട് ഇതിന് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് സെലക്ഷൻ ആവും. ഒരു ഇഷ്ടപ്പെട്ട് എനിക്ക് ബാങ്ക് ജോബ് വേണം, എനിക്ക് പെർമനൻ്റ് ആയിട്ടൊരു ജോബ് വേണം, എനിക്ക് സേഫ്റ്റി വേണം, അതിന് പറ്റുന്ന സെക്ടറാണ് ബാങ്ക്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ രാജ്യത്തിനെ സേവിക്കാനും പബ്ലിക്കിനെ സേവിക്കാനും അവസരം കൂടെയാണ്. അപ്പം അത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു യഥാർത്ഥ ഒരു ജോബ് തന്നെയാണ് ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടർ. 1/4 നൂറ്റാണ്ടിന്റെ IAS പ്രവർത്തനത്തിലൂടെ ആയിരങ്ങളെ ഈ മേഖലയിലേക്ക് തിരിച്ചുവിട്ട MP ശശിധരൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ബാങ്കിംഗ് സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രചോദനവും പ്രയോജനകരവുമാകുകയാണ്. അതുവഴി ഇനിയും കൂടുതൽ പേർ ഈ രംഗത്ത് എത്തുകയും ചെയ്യും. ദേശീയ തലത്തിൽ കേരളത്തിന്റെ മാനവവിഭവ ഓഹരി ബാങ്കിംഗ് രംഗത്ത് കൂടുകയും ചെയ്യും. വ്യത്യസ്ത അനുഭവങ്ങളുമായി യാത്രയിലൂടെയിൽ ഇനിയും തുടരും.